ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് ടോർച്ച് എന്ന ജാപ്പനീസ് അനിമേ TV സീരീസിൻ്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡാണ്. മൃഗങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു നിഞ്ച ഒരു ദിവസം പരിക്കുപറ്റിയതിനെയും അവനൊരു പൂച്ചയെ കിട്ടുന്നു. പിന്നീടാണ് ആ പൂച്ച ഒരു മോൺസ്റ്റർ ആണെന്നുള്ള കാര്യം അവന് മനസ്സിലാകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സ്കൂളിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്. വിഷമിച്ചിരിക്കുന്നവനോട് എന്തു പറ്റിയെന്ന് ആരോ ചോദിക്കുന്നു. എന്നെ വീണ്ടും ഒരു വിചിത്ര ജീവിയാണെന്ന് പറഞ്ഞ് കളിയാക്കി. ജിയോറോ ഡിഫറൻ്റ് ആയിരിക്കുന്നത് അത്ര വലിയ മോശം കാര്യമൊന്നുമല്ല. മറ്റാർക്കുമില്ലാത്ത പ്രത്യേക കഴിവുകൾ നിനക്കുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ദിവസം നിനക്കത് എല്ലാം മനസ്സിലാകും എന്നൊരു പട്ടി അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജിയോറോയോട് സംസാരിക്കുന്ന 3 പേരെയാണ്. ഹേയ്, നമ്മുടെ സ്റ്റിഗ്മ ഐ ഡീമൺ ലീഗിൻ്റെ നേതാവിനോടാണ് നീ ഇത് സംസാരിക്കുന്നത് എന്ന് മറക്കരുത്. സ്ഥലത്തിൻ്റെ ഓരോ ഇഞ്ചും ഞങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നയാൾ പറയുന്നു. ജിയോറോ, നിനക്കൊന്നൊരു കഴിവില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുന്നു. അതിൽ നിന്നൊരാൾ അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറി അവനെ വെള്ളത്തിലേക്ക് ചവിട്ടിയിരുന്നു. ഹേയ്, ആരാ നീ? ഒരു നിഞ്ചയാണോ? ഹേയ്, പേടിച്ചു പോയോ? അവൻ്റെ അടുത്തേക്ക് നിങ്ങളെ പറഞ്ഞു വിടാൻ എനിക്ക് എത്ര ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് പറഞ്ഞ് അവരെയും അടിച്ച് വെള്ളത്തിലിടുന്നു. ഇനി അവിടെ നിന്നാൽ പണി പാളെന്ന് മനസ്സിലാക്കി അവർ അവിടുന്ന് രക്ഷപ്പെടുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയെന്നെ താങ്ക് യു ജിയോറോ. ഇനി അവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്യില്ല എന്നൊരു പൂച്ചയും കാക്കയും അവനോട് പറയുന്നു. എൻ്റെ കാര്യം വിട്ടേക്ക്, എനിക്കിപ്പോൾ അതങ്ങ് ശീലമായി. പിന്നെ എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്, എന്നാൽ നമുക്ക് പോയിട്ട് പിന്നെ കാണാം എന്ന് പറഞ്ഞ് യൂറോ അവിടുന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വീണ്ടും പ്രശ്നമുണ്ടാക്കിയോ എന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുന്ന അവൻ്റെ മുത്തശ്ശനെയാണ്. ഹേയ് ജിയോറോ, എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷിനോബിയുടെ ആയോധന കല നിന്നെ പഠിപ്പിക്കാൻ എന്നെ സമ്മതിച്ചത് നിനക്കിങ്ങനെ ഒരു തെമ്മാടിയെപ്പോലെ പെരുമാറാൻ വേണ്ടിയാണോ? നിങ്ങളെപ്പോലെ ഒരു ഡൈനോസറാണോ എന്നെ ഷിനോബിയുടെ ആയോധന കല പഠിപ്പിക്കുന്നത്? അടച്ചു വെക്കടാ എന്ന് പറഞ്ഞ് 2 കുണായി അവൻ്റെ നേരെ എറിയുന്ന അവൻ്റെ മുത്തശ്ശൻ. ജിയോറോ, ആസുമ ഫാമിലിയുടെ തലമുറകളോടും പഴക്കമുള്ള കഠാനയാണിത് എന്ന് സോഗ് നേരിട്ടാണ് ഇത് നമ്മുടെ പൂർവികർക്ക് സമ്മാനിച്ചത്. ഇഡോ കാലഘട്ടത്തിലെ അമൂല്യമായൊരു കുടുംബ സ്വത്ത്. ഇതിൻ്റെ ട്രെയിനിങ്ങിനെ മാനിച്ചില്ലെങ്കിലും ഒരു യഥാർത്ഥ ആസ്മയെ പോലെ പെരുമാറാൻ ശ്രമിക്കും എന്ന് മുത്തശ്ശൻ അവനോട് പറയുന്നു. മൂർച്ച പോലും കൂട്ടാൻ പറ്റാത്ത പക്ക കുന്നംകളം സാധനമാണത്. അതിനാണ് ഇത്രയും വലിയ ബിൽഡപ്പ്. ഇതെല്ലാം ഫേക്കാണെന്നാണ് അപ്പോൾ നീ വിചാരിക്കുന്നത് അല്ലേ എന്നും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ മുഴുവൻ ഇടിച്ചു പൊളിച്ചിടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എല്ലാം ശരിയാക്കി വെക്കുന്ന ജിയോറോയാണ്. വന്ന് കള്ളക്കിളവിന് പ്രാന്തായെന്ന് തോന്നുന്നു. ഏയ് ജിയോറോ, ഞാൻ ടൗൺ ഹാളിൽ പങ്കെടുക്കാൻ പോവുകയാണ്. നീ വീടൊന്നും തുറന്നു വിട്ട് എങ്ങോട്ടും പോകരുത് കേട്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ഒരു കാക്ക അങ്ങോട്ട് വരുന്നത്. രാവിലെ അവൻ കണ്ട ആ കാക്കയായിരുന്നു അത്. ജിയോറോ, കാട്ടിലൊരു പൂച്ച പരിക്ക് പറ്റി കിടക്കുന്നുണ്ട്, അതിനെ രക്ഷിക്കണം എന്നാ കാക്ക വിളിച്ചു പറയുന്നു. കേട്ട് ജിയോറോ ആ കാക്കയുടെ കൂടെ ആ കാട്ടിലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പരിക്ക് പറ്റിയ ഒരു പൂച്ചയാണ്. നന്നായി പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇതിനെ രക്ഷിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഏയ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ജിയോറോ അതിനോട് ചോദിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ പൂച്ചക്കകത്തുള്ള എന്തോ ഒന്ന് സംസാരിക്കുന്നതാണ്. ഹേയ്, ആരാ അവിടെ? എന്നെ വിളിച്ചുണർത്താൻ ആർക്കാ ഇത്ര ധൈര്യം? റേഗോ, നാശത്തിന്റെ കറുത്ത നക്ഷത്രമേ, സൂര്യനെ വിഴുങ്ങുന്നവനെ, നിന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്റെ ശക്തി ഞങ്ങൾക്ക് താ. എന്നെ ശല്യപ്പെടുത്തിയതിൽ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഞാൻ ആരുടെയും ഓർഡർ അനുസരിക്കാറില്ല. ഓ, അത് വളരെ കഷ്ടമായി പോയി. നിന്റെ അവസാനം ഇവിടെ വെച്ചായിരിക്കും എന്നാരോ ആ പൂച്ചയോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കണ്ണു തുറക്കുന്ന ആ പൂച്ചയാണ്. നീ എഴുന്നേറ്റോ? നിനക്ക് നന്നായി പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത് മാറിക്കോളും. ഇത് കഴിക്ക്. ജിയോറോ അവന് കഴിക്കാൻ ഫുഡ് കൊടുക്കുന്നു. ഹേയ്, എൻ്റെ പേര് ജിയോറോ, നിന്റെ പേരെന്താ എന്ന് ജിയോറോ അവനോട് ചോദിക്കുന്നു. പൂച്ചയോട് സംസാരിക്കാൻ ഇവനെന്താ മണ്ടനാണോ എന്നത് ചോദിക്കുന്നു. നീ ആരെയാ മണ്ടനെന്ന് വിളിച്ചേ? നിന്നെ രക്ഷിച്ച എന്നോട് നീ ഇത് തന്നെ പറയണം എന്ന് ജിയോറോ പറയുന്നു. അത് കേട്ട് ആ പൂച്ച ഞെട്ടുന്നു. അവൻ മനുഷ്യനല്ല, അത് തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞ് അവൻ കട്ടിലിൻ്റെ അടിയിൽ ഒളിക്കുന്നു. ഹേയ്, പേടിക്കേണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. എനിക്ക് മൃഗങ്ങളോട് സംസാരിക്കാൻ പറ്റും. എനിക്കറിയാം അത് വളരെ വ്യത്യസ്തമാണെന്ന്.
പക്ഷെ അതാണ് സത്യം. അവൻ്റെ അടുത്തു നിന്നും ഒരു എനർജിയുമില്ല. അതിൻ്റെ അർത്ഥം ഇവൻ മനുഷ്യനാണ്. മനുഷ്യന് ഇതെങ്ങനെ എന്നാ പൂച്ച ചിന്തിക്കുന്നു. നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഇതേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞൊരു വെജിറ്റബിൾ ജ്യൂസ് അവൻ പുറത്തു കൊണ്ടുവരുന്നു. അതുകൊണ്ടതും ആ പൂച്ച ഓടി വന്നത് കഴിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാമല്ലേ? ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല വഴി അവൻ്റെ വയറിലൂടെയാണ് എന്നാ പൂച്ച അവനോട് പറയുന്നു. ഓ, ഒരു പൂച്ചയെ നീ ഒരു മനുഷ്യനാണെന്നാണോ വിചാരിക്കുന്നത്? ഹോയ്, ഞാൻ ജസ്റ്റ് ഒരു പൂച്ചയല്ല. എൻ്റെ പേര് റാഗോ. ഞാനൊരു ഇമ്മോർട്ടൽ ബീയിങ് ആണ്, ഒരു മാനോനൊക്കെ. ഇത് ആളുകൾ ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് പേരിൽ ഒന്ന് മാത്രമാണ്. ഒരു മനുഷ്യൻ തന്നെയാണോ എന്ന് മനസ്സിലാക്കാനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം ഇത് തന്നെയാണ് എന്ന് റാഗോ മനസ്സിൽ ചിന്തിക്കുന്നു. ഞങ്ങളിൽ ഒരുപാട് പേർ മനുഷ്യൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ മൃഗങ്ങളുടെ രൂപത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു മാനനോഗിയായിട്ടുള്ള നീ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടേ എന്ന് ജിറോ ചോദിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും അവനറിയില്ലെന്ന് റാഗോക്ക് മനസ്സിലാകുന്നു. ഒരു മനോരോഗിയാണ് എന്നെ അറ്റാക്ക് ചെയ്തത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും അവൻ എന്നോട് പറഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ അറ്റാക്ക് ചെയ്തു. നിന്നെപ്പോലെ അവരും ഒരു മനോരോഗിയല്ലേ, പിന്നെ എന്താ നിനക്ക് അവരെ സഹായിച്ചാൽ? പിന്നെ നീ എന്താ പറ്റില്ലെന്ന് പറഞ്ഞ്? മറ്റുള്ളവരുടെ ശക്തികൾക്ക് പിന്നിൽ സ്വന്തം ബലഹീനത ഒളിപ്പിച്ചു വെച്ച് ഇതുപോലെ പെരുമാറുന്ന പാരസൈറ്റ്സിന് എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ നിനക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്ന് സത്യമാണ്. പക്ഷേ നീ പറയുന്നത് കള്ളമാണെന്നല്ല. എനിക്ക് മൃഗങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുള്ളത് നീ മറന്നെന്ന് തോന്നുന്നു. അതിലും വലുതൊന്നുമല്ല മോണോഗയുണ്ടെന്ന് വിശ്വസിക്കുന്നത് എന്ന് ജിറോ അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് റാഗോക്ക് പരിചയം പറ്റിയ സ്ഥലത്ത് നിൽക്കുന്ന ഒരു ലേഡിയാണ്. ചീഫ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കോർഡിനേറ്റ് ഈ സൃഷ്ടിയിലുള്ള ഒരു വനത്തിൽ ബ്ലഡിൻ്റെ അടയാളമുണ്ട്. ഇത് റാഗോടെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. അതുമാത്രമല്ല, ഇവിടെ അടുത്തൊരു സ്പെക്ട്രൽ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവനിവിടെ അടുത്തു തന്നെ ഉണ്ടാക്കും എന്നാൽ ലീഡിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ശരി, ഞാനൊരു സെർച്ച് ടീമിനെ അങ്ങോട്ട് അയക്കാം. നീ ഇപ്പോൾ അവിടെ നിന്ന് പിന്മാറിക്കോ എന്ന് അയാൾ പറയുന്നു. സോ അത് കേട്ട് അവൾ അവിടെ നിന്ന് ഇൻവിസിബിളായി പോകുന്നു. അപ്പോഴാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെങ്ങനെ നോക്കിക്കൊണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. റാഗോയെ കുളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ജിറോയാണ്. നിന്റെ മുറിവെല്ലാം ഹീലായല്ലോ. അതിനർത്ഥം നീ ഒരു സാധാരണ പൂച്ചയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും നീ വിശ്വസിച്ചിട്ടില്ലായിരുന്നു അല്ലേ? അത് പിന്നെ ചാവാൻ കിടക്കുന്ന ഒരു പൂച്ച പിച്ചും പേയും പറയുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും നിന്നെ ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള പണ്ടുള്ള നാക്കിയെ എനിക്ക് ഓർമ്മ വരുന്നു. അവളൊരു ഡോഗായിരുന്നു. നിന്റെ നേരെ ഓപ്പോസിറ്റാണ് അവൾ. പണ്ട് സ്കൂളിൽ വെച്ച് എപ്പോഴും കുട്ടികൾ എന്നെ ബുള്ളി ചെയ്യുമായിരുന്നു. പരിക്കുപറ്റി ദേഹമാകെ മുറിവുകളായി വരുന്ന എന്നോട് അവൾ എൻ്റെ മുഖത്ത് നോക്കി എന്നെ ഒന്ന് കുളിപ്പിക്കാൻ പറയുമായിരുന്നു. അവളുടെ രോമം മുഴുവൻ വൃത്തിയാക്കിയാൽ ഇന്ന് എനിക്കുണ്ടായ പ്രശ്നം അവൾ റെഡിയാക്കി തരുമെന്ന് അവൾ പറയുമായിരുന്നു. എന്നെ കിട്ടിയതിൽ അവൾ ഒരുപാട് ഹാപ്പിയാണെന്ന് അവൾ എന്നോട് പറയുമായിരുന്നു. ഞങ്ങളെ കുളിപ്പിക്കാൻ തൻ്റെ യജമാനനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടാ സാധിക്കുക? അവരെ സഹായിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് അതെല്ലാവരുമായി പങ്കുവെക്കാൻ അവൾ എന്നോട് പറയുമായിരുന്നു എന്ന് ജിറോ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ജിറോയാണ്. ഹേയ് കുട്ടി, എന്നോട് ക്ഷമിക്കൂ, ഞാൻ എന്നോട് ശരിക്കും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് റാഗോ ആ ജനാല വഴി താഴെ ചാടുന്നു. എപ്പോഴാണ് അവൻ്റെ കാല് മുഴുവനായും ശരിയായിട്ടില്ലെന്ന് അവൻ മനസ്സിലാക്കുന്നത്. ഹേയ്, ഈ രാത്രി നീ എങ്ങോട്ടാ പോകുന്നേ എന്ന് ജിറോ അവനോട് ചോദിക്കുന്നു. ഉറങ്ങിക്കിടന്നുകൊണ്ടിരിക്കുന്ന അവനിങ്ങനെ എവിടെ എത്തിയെന്ന് റാഗോക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ എൻ്റെ ചെറിയ ട്രിക്സ് അല്ലേ? ഈ രാത്രി നീ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ എങ്ങോട്ട് പോയാലും അത് നീ നോക്കേണ്ട ആവശ്യമില്ല. ഓ, നിന്റെ ജീവൻ രക്ഷിച്ചത് ഞാനാണ്. അതിനോട് എന്നെ സഹായിക്കാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരെയും രക്ഷിക്കുന്ന നീ എന്നെയും രക്ഷിക്കൂ. എനിക്ക് സുഖം അവിടെ കിടന്ന് മരിക്കുന്നതായിരുന്നു എന്ന് റാഗോ അവനോട് പറയുന്നു. എന്നിട്ട് ജിറോക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹേയ്, നിന്റെ കഥ മുഴുവൻ എനിക്കറിയില്ലായിരിക്കാം. നീ മരിക്കുന്നത് മാത്രം ഓക്കെ ആണെന്ന് നീ പറയരുത്. ആരോട് എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ തൊണ്ട ഞാനങ്ങ് കീറിക്കളയും. പറഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാനൊരു മോണോനൊക്കെയാണ്. മനുഷ്യനെ തിന്നുന്ന ഒരു സ്പെക്ടർ.
നീയും ഞാനും ഡിഫറെൻറ്റ് വേൾഡിലുള്ളവരാണ്. എന്നെ വെറുതെ വിട്ടേക്ക്. നിങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഞാനും നിങ്ങളുടെ കൂടെ ചേരട്ടെ. റാഗോ എന്ന് പറഞ്ഞ ഒരാൾ അങ്ങോട്ട് വരുന്നു. ആരാ നീ? മറ്റുള്ളവരുടെ വീട്ടിൽ ഇങ്ങനെ ചോദിക്കാതും പറയാതുമാണോ കയറണ്ടേ? എന്തായാലും ഞാനിപ്പോൾ വലിയ ദേഷ്യത്തിലാണ്. ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് ജിറോ പറയുന്നു. ഒരു മനുഷ്യനായ നീ എന്നോട് ആജ്ഞാപിക്കുന്നു എന്ന് പറഞ്ഞവൻ ജിറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നങ്ങോട്ട് വന്ന റാഗോ അവനെ അതിൽ നിന്ന് രക്ഷിക്കുന്നു. കാട്ടിലേക്ക് ഓടിപ്പോയ റാഗോയുടെ പുറകെ ഓടുകയാണ് ആ മോൺസ്റ്റർ. ഞാനും നീയും രണ്ട് ലോകത്തുള്ളവരാണ്, എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് റാഗോ പറഞ്ഞത് അവൻ ചിന്തിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് റാഗോയുടെ പുറകെ ഓടുന്ന ആ മോൺസ്റ്ററിനെയാണ്. എനിക്ക് പറ്റിയത് കൊണ്ട് അവന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ഡിസ്റ്റൻസ് ഇട്ടാണ് അവൻ ഓടുന്നത്. പെട്ടെന്ന് തന്നെ അവൻ റാഗോയെ അറ്റാക്ക് ചെയ്യുന്നു. ദിയുടെ ബ്ലാക്ക് സ്റ്റാർ എന്നറിയപ്പെടുന്ന ലെജൻഡറി റാഗോ ഇത്രയേ ഉള്ളൂ. ഇനി അധികം സംസാരിക്കേണ്ട, നിന്റെ കൂടെ വന്നേക്ക്. നിന്റെ സീല് പൊട്ടിക്കാൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു മോണോനാക്കിനെ കൊല്ലാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിനക്ക് വേണ്ടത് എൻ്റെ പവറാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മരണത്തെ നേരിടാൻ തയ്യാറാണെങ്കിൽ വന്നെടുത്തോ എന്ന് റാഗോ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും ഫൈറ്റിന് തയ്യാറെടുക്കുന്നതാണ്. പെട്ടെന്നാണ് അങ്ങോട്ട് വന്ന ജിറോ തൻ്റെ സോഡ് ഉപയോഗിച്ച് അവനെ ഒറ്റ വേട്ടങ്ങ് വെട്ടുന്നത്. പരിക്ക് പറ്റിയ ആ മോണോനോക്ക് അവിടെ നിന്ന് തെറിച്ചു വീഴുന്നു. നീ എന്താടാ ചെയ്തേ? നീ ഒരു പൊട്ടനാണോ? നീയാണ് പൊട്ടൻ. നീ ഇപ്പോൾ മരിക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാ നിന്റെ ജീവൻ രക്ഷിച്ചേ? നീ എന്തിനാ ഇതിൽ തലയിടുന്നേ? ഇത് സ്കൂൾ പിള്ളേരെ തല്ലുന്നത് പോലെയല്ല. എങ്ങനെ ദേഷ്യം പിടിപ്പിക്കേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഒരാളെ രക്ഷിക്കുന്നത് ഒരിക്കലും മണ്ടത്തരമല്ല. ഒരാളെ ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ മുഴുവനായും ചെയ്തിരിക്കും. ഹ്യൂമൻ, നീ വളരെ സ്മാർട്ടാണ്. ഈ രൂപം കണ്ടിട്ട് നിനക്ക് പേടി തോന്നുന്നില്ലേ എന്ന് പറഞ്ഞ മനോനോഗെ ഒരു മോൺസ്റ്ററായി മാറുന്നു. നീ ഒരു ഷിനോബിയാണല്ലേ? ശരിക്കും ഞാൻ എൻജോയ് ചെയ്യും എന്ന് പറഞ്ഞ മോൺസ്റ്റർ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ജിറോ പിറകിലൂടെ ചെന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാണ് ആ മോൺസ്റ്റർ ജിറോയുടെ വയറ്റിലൂടെ കുത്തുന്നത്. ഫാൻസി മിഞ്ച മൂവ്സ് കാണിക്കാൻ നീ ഒരുപാട് ആവേശത്തിലാണെന്ന് തോന്നുന്നു. നീ ഇപ്പോൾ തന്നെ തോറ്റുപോയി. നീയും ആവേശം കാണിച്ചാൽ അതെന്നെ ദേഷ്യം പിടിപ്പിക്കുകയുള്ളൂ. പെട്ടെന്ന് തന്നെ ജിറോ തൻ്റെ സോഡ് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അത് കണ്ട് അവനെ താഴെ ഇടുന്നു. നീ എങ്ങനെയാ എന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നേ? യഥാർത്ഥ ഷിനോബി എന്തു ചെയ്യുമെന്ന് എനിക്കറിയണം എന്നാ മോൺസ്റ്റർ പറയുന്നു. ഇതിനോടകം ജിറോ മരിച്ചു പോയെന്ന് റാഗോക്ക് മനസ്സിലാക്കുന്നു. റാഗോ, നിനക്കവനെ കഴിക്കാം. ഞാനൊന്നും പറയില്ല. ഭക്ഷണം കഴിച്ചാൽ അത് നിന്നെ നന്നായി ചിന്തിക്കാൻ സഹായിക്കും. ശരി, നിർത്ത്. നിന്റെ കഥ തീർന്നടാ. സെൽഫിഷായിട്ടുള്ള ഒരു ഭ്രാന്തൻ. ഞാൻ ഓടിപ്പോയെന്നിവൻ ചിന്തിച്ചത് കൂടിയില്ല. കാരണം നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? ഞാൻ നിന്നോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടും നീ എന്നെ അവഗണിച്ചു. അപ്പോൾ ഇവിടെ വെച്ച് മരിച്ചാൽ നീ ചെയ്തതെല്ലാം വെറുതെയാകും. നീ വലിയൊരു മണ്ടനാകും. ഓഫ്കോഴ്സ് നീ തിന്ന് പഴയതുപോലെയാക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. പക്ഷേ ഞാനത് ചെയ്യില്ല. ആ ഡീമന്റെ ആജ്ഞകൾ അനുസരിക്കാൻ എനിക്ക് കഴിയില്ല. സോ വേറെ വഴിയില്ല. നീ എന്നെ തിന്നാൻ പോവുകയാണ്. നീ എന്നെ സഹായിച്ചു, അതിന് പകരം ഞാൻ നിന്നെ സഹായിക്കുന്നു. റാഗോ, നിർത്ത്. നീ എന്താ ചെയ്യാൻ പോകുന്നേ? എൻ്റെ ജീവൻ നിനക്ക് തരാൻ പോവുക. കണ്ണു തുറക്ക് ജിറോ. അവിടെ നിന്നും ഒരുപാട് എനർജി പുറത്തേട്ട് പോകുന്നു. ചീഫ്, ഞാനത് കണ്ടു. കുറച്ചുകൂടി കുഴപ്പത്തിലാകുകയാണ് കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് ലൊക്കേഷനിലോട്ട് പോ. റാഗോ, നീ എന്താ ചെയ്യുന്നത്? നിനക്ക് വല്ല ഐഡിയയും ഉണ്ടോ? നിന്റെ മുഴുവൻ ശക്തിയും ഒരു മനുഷ്യന് കൈമാറി, ഒരു ഷിനോബിക്ക് നിന്റെ കൂടെയുള്ളവർക്ക് കൊടുക്കാതെ. ഇതിന് എല്ലാം ഒരു മനുഷ്യന് വേണ്ടിയാണോ? ഒച്ചത്തിൽ സംസാരിക്കല്ലേ. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. എന്നെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്കിതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. നിന്റെ അകത്തുള്ളവൻ എൻ്റേതാടാ എന്ന് പറഞ്ഞ മോൺസ്റ്റർ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അവൻ അതിൽ നിന്ന് മാറുന്നുണ്ടെങ്കിലും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല.
നീ നിന്റെ കഴിച്ചുരുട്ടി ആ മോൺസ്റ്ററിനെ നരകത്തിലേക്ക് അയക്കും. ജീറോ അവനെ അടിച്ചതും അവൻ 2 കഷ്ണമായി മാറുന്നു. എന്നാൽ ഇതൊന്നും കണ്ട് ജീറോക്കൊന്നും മനസ്സിലാകുന്നില്ല. ഏയ്, ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞതും നേരത്തെ കണ്ട ആ ലേഡി അവൻ്റെ അടുത്തോട്ട് വരുന്നു. ഏയ്, അനങ്ങരുത്, കമോൺ, ഇത് നമ്മൾ സ്വയം കണ്ടെത്തിയ ഒരു അച്ചാർ പോലെയാണ്. സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചു പോലുമില്ല. മോൺസ്റ്ററിൻ്റെ ആരെങ്കിലും ആണോ നീ? എനിക്കത്ര റൂഡാകാൻ സാധിക്കില്ല. ഞങ്ങൾ മാനോ നോക്കിയല്ല, ഞങ്ങൾ ബ്യൂറോ ഓഫ് എസ്പിയനേഷൻ്റെ സിവിൽ സർവൻസ് ആണ്. എല്ലാം നിനക്ക് പിന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള ഒരു ഗസ്റ്റാണ് നീ പറഞ്ഞ് അവനെ അവരടിച്ച് ബോധം കെടുത്തുന്നു. ഇവനെ നമ്മുടെ അഫിയറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. നമുക്കിവനെ വേണം, ആ മോണോനോക്കിനെയും. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം കാണാം.